ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനത്തോട് ചേർന്ന് അല്പനേരം ഇരിക്കാൻ, ഈശോയുടെ പരിശുദ്ധമായ വചനങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് ഒന്ന് കാതുകൾ ഓർക്കാം. കർത്താവേ, അവിടുന്നാണ് എന്റെ ദൈവം, ഞാൻ അങ്ങയെ തേടുന്നു. ഒന്ന് കണ്ണുകൾ അടച്ച്, എല്ലാ ജീവിതങ്ങളും കണ്ണുകൾ അടച്ച് ഈശോയോട് പറഞ്ഞ് ഈ വചന ശുശ്രൂഷയ്ക്കായി നാം ഒരുങ്ങുമ്പോ, കർത്താവേ, നീയാണ് എന്റെ ദൈവം, ഞാൻ നിന്നെ തേടുന്നു. സങ്കീർത്തനം 53 അധ്യായം 2 വചനത്തിൽ പറയും, ദൈവം സ്വർഗത്തിൽ നോക്കുന്നു, തന്നെ തേടുന്നവരുണ്ടോ എന്ന് അവിടുന്ന് അന്വേഷിക്കുന്നു. അതെ, കർത്താവ് നമ്മെ നോക്കുകയാണ്. തന്നെ തേടുന്നവരുണ്ടോ എന്ന് അവൻ അന്വേഷിക്കുകയാണ്. തന്നെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവൻ തേടുകയാണ്. ദാഹമുള്ള ഹൃദയത്തോടെ നമ്മളായിരിക്കുന്ന അവസ്ഥകള്, ഭാരങ്ങൾ ഒക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. പുതുവർഷത്തിന് വേണ്ടി ഏറ്റവും അടുത്ത് നമ്മൾ ഒരുങ്ങുമ്പോ, കർത്താവേ, എന്റെ ജീവിതത്തിൽ നിന്റെ വലിയ കൃപ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, പിമ്പിലുള്ളവയെ വിസ്മരിച്ച് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി മുന്നേറുവാനുള്ള ഒരു കൃപ നീ എനിക്ക് തരണമേ. പ്രിയപ്പെട്ട മക്കളെ, അത് ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുമ്പോ മനസ്സൊരുക്കണം, ഹൃദയം ഒരുക്കണം, ശരീരം ഒരുക്കണം. മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും അവനെ സ്തുതിക്കുമ്പോഴാണ് കൺമുമ്പിൽ നിൽക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ പറ്റുക. സങ്കീർത്തകൻ പറയും, എന്റെ കൺമുമ്പിൽ നിൽക്കുന്ന കർത്താവിനെ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഞാൻ കാണുകയാണ്. ആ കർത്താവിനെ മതിമറന്ന് ആരാധിച്ചുകൊണ്ട് ശക്തമായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു. എല്ലാം ഏൽപ്പിച്ചു തരണപ്പ. നിന്റെ വലിയ കൃപ ഞങ്ങളിലേക്ക് ചൊരിയണേപ്പ. വചനം കേൾക്കാൻ കൃപ തരണേപ്പ. ആരാധനയിൽ പങ്കുചേരാൻ കൃപ തരണേപ്പ. സ്വർഗീയ ധ്യാനങ്ങളാ ഞങ്ങളെ നിറയ്ക്കണേപ്പ. വലിയ ദാനങ്ങളെ ഞങ്ങൾക്ക് തരണേപ്പ. സ്തുതിക്കുന്നു. വചനം കേൾക്കാൻ ഹൃദയം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച എല്ലാ ജീവിതങ്ങളും, എല്ലാ തലങ്ങളെ സമർപ്പിക്കുക. രോഗം, ദുരിതം, പീഡനങ്ങള്, ബുദ്ധിമുട്ടുകള്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകള്, പാപ സാഹചര്യങ്ങള്, വേദനകള് ഒക്കെ സമർപ്പിക്കാം. വിമർശന ചിന്തകള്, അഹങ്കാര അവസ്ഥകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഇന്ന് വലിയ വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വ്യക്തിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആസക്തിയെ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് പുതിയ ജീവിതം നയിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ശക്തമായി സ്തുതിക്കട്ടെ. ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മൾ എല്ലാവരും ധാരാളം ചൊരിയപ്പെടുവാൻ ശക്തമായി സ്തുതിച്ച് കൈകളടിച്ച് മതിമറന്ന് ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, നിന്റെ കൃപ, വചനത്തിന്റെ കൃപ പെരുമഴയായി പെയ്തിറങ്ങട്ടെ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകമായി മാറട്ടെ. ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. ഈശോയെ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട മക്കളെ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാനായി നാം ഏറ്റവും അടുത്തൊരുങ്ങുകയാണ്. ഈ ദിനങ്ങളില് കർത്താവിന്റെ കൂടെ ആയിരിക്കുന്ന ഒരു പുതുവർഷത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഒരുപാട് കൃപകൾ കൊണ്ട് നമ്മെ നിറച്ചിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹിക്കുന്നതിനപ്പുറത്ത്, പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് സ്വർഗീയ നന്മകൾ കൊണ്ട് ഈശോ നമ്മെ നിറച്ചിട്ടുണ്ട്. ഈ ദിനങ്ങളില് നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വേദനയുടെ വക്കീലാണ് ഞങ്ങൾ ആയിരിക്കുക. നമ്മുടെ രാജ്യത്തിലേക്ക്, ലോകത്തിലേക്ക് നോക്കുമ്പോ മഹാമാരിയും ദുരിതവും പട്ടിണിയും ഒപ്പം വലിയ ക്രൂരതകളും, തങ്ങളുടെ ശക്തി കൊണ്ട് മറ്റുള്ളവരെ തകർക്കാൻ ശ്രമിക്കുന്ന തിന്മയുടെ വലിയ ശക്തികളും കൂട്ടുകെട്ടുകളും ഒക്കെ നാം കാണുകയാണ്. എല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ചിട്ട്, ഈശോയെ, ഞങ്ങൾക്ക് ആത്മാവിലും ശരീരത്തിലും മനസ്സിലും സുസ്ഥിതി തരണമേ എന്ന് ഇന്നേ ദിവസം പ്രാർത്ഥിക്കണം. അതെ പ്രിയപ്പെട്ട മക്കളെ, അതൊരു വലിയ പ്രാർത്ഥനയാണ്. അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ, സങ്കീർത്തനം 16 അധ്യായത്തിൽ സങ്കീർത്തകൻ പറയുകയാണ്, 8 വചനം. പുതുവർഷത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ വലിയ ആളൊന്നുമല്ല, എന്നാലും എന്റെ മനസ്സിൽ ഈശോ തരുന്ന ഒരു കാര്യം, പുതുവർഷത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഈശോയെ കൺമുമ്പിൽ കണ്ട് യാത്ര ചെയ്യാൻ ഒരു കൃപയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. നമുക്കറിയില്ല വരുന്ന ആളുകളിൽ, വരുന്ന വഴികളിൽ എന്താണ് നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുക എന്ന് നമുക്കറിയില്ല. എന്നാൽ ഈശോയ്ക്കറിയാം. അപ്പൊ 2 വചനങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെച്ചു തരികയാണ്. 1 വചനം സങ്കീർത്തനം 16 അധ്യായം 8 വചനമാണ്. കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം ഒന്ന് ആവർത്തിച്ച് പറഞ്ഞേ. കർത്താവ്
എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോ 1000 വട്ടം ഉരുവിട്ടാലും മതിയാകാത്തൊരു വചനമാണിത്. കർത്താവ് എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. അടുത്ത വചനം, അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. പ്രിയപ്പെട്ട മക്കളെ, ഈശോ എന്റെ കൺമുമ്പിലുണ്ട്, എന്റെ വലതുഭാഗത്ത് അവൻ നിൽപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. വലിയ ഒരു വചനമാണിത്, വലിയൊരു കൃപയുടെ വചനമാണിത്. ഈശോയെ, എനിക്കത് തരണം. മറ്റൊരു വചനമാണ് ഈ പുതുവർഷത്തിൽ ആവർത്തിച്ച് പറയാൻ മറ്റൊരു വചനം. ജോബിന്റെ പുസ്തകം 23-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. വലിയ ധൈര്യത്തോടെ കർത്താവിനോട് പറയുകയാണ്, നീ എന്റെ കൺമുൻപിലുണ്ട് എന്ന്. കൺമുൻപിൽ അവനുണ്ട് എങ്കിൽ എനിക്കായി എന്റെ ദൈവം എന്ത് നിശ്ചയിച്ചിട്ടുണ്ടോ അത് മുഴുവൻ അവൻ നിറവേറ്റിയിരിക്കും. കണക്കുകൂട്ടലുകൾ പിഴയ്ക്കാത്തവൻ, പദ്ധതികൾ പാളിപ്പോകാത്തവൻ യേശു ക്രിസ്തു എന്റെയും നിങ്ങളുടെയും സ്വന്തമെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, കണ്ണുകൾ അടച്ച് വചനമേറ്റു പറഞ്ഞ്, കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. വീണ്ടും പറയണം, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകളും ശക്തിയും ധൈര്യവുമാണ് ഇനിയുള്ള നാളുകളിൽ നമുക്ക് ആവശ്യം. അവനെ കൂട്ടുപിടിക്കുന്നവരോട് കൂടെ ചേർന്ന് നടക്കാൻ കൊതിക്കുന്ന ഒരു ദൈവം, ആദിയിൽ ആദത്തോടും ഹവ്വായോടും കൂടെ കൈപിടിച്ച് ഉലാത്താൻ ആഗ്രഹിച്ച ദൈവത്തിന്റെ ചിത്രമാണ് ബൈബിളിൽ ആദ്യ നാളുകളിൽ വെളിപ്പെടുത്തി തരുന്നത് എങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ആ കർത്താവിന്റെ ചിത്രത്തിന് ഒരു മാറ്റവുമില്ല. എന്റെയും നിങ്ങളുടെയും കൂടെ നടക്കുവാൻ, കൈപിടിക്കുവാൻ, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. യെശയ്യാ 41:15 വചനം പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു ബോധ്യം, ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പതറാൻ നമുക്കാവില്ല. വീണു പോവില്ല, നമ്മൾ തകർന്നു പോവില്ല. കഴിഞ്ഞ ദിവസം ടെസ്റ്റ് മണി കിട്ടിയത് എന്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഒരു സ്ത്രീ തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അവസ്ഥ, അദ്ദേഹത്തിന് ബ്രെയിനിൽ ട്യൂമറാണ് എന്ന് അറിഞ്ഞിരിക്കുകയാണ്. 3 സ്കാൻ ചെയ്തപ്പോൾ 3 CT സ്കാനിലും അത് ക്യാൻസർ കോസിംഗ് മാലിഗ്നന്റ് ട്യൂമർ ആണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഓപ്പറേഷൻ വേണം, കീമോ വേണം. എല്ലാം കൊണ്ട് സങ്കടമായി ഭാരപ്പെട്ട് വേദനിച്ചിരിക്കുമ്പോൾ അത്ര സഹായം അവർ ചോദിക്കുകയാണ്. അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത വചനം ഇതാണ്, സങ്കീർത്തനം 54, ദൈവം എന്റെ സഹായം. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ വചനം ഉടനടി മാംസം ധരിക്കും. വിശ്വാസത്തോടെ കൺമുമ്പിൽ അവനെ കണ്ടാൽ അത് സംഭവിക്കുമെന്ന് ഈശോ വെളിപ്പെടുത്തിയൊരു വചനമാണ്. ദൈവം എന്റെ സഹായം. 4-ാം വചനം ഇതാണ്, ദൈവമാണ് എന്റെ സഹായകൻ, അവിടുന്നാണ് എന്റെ ജീവൻ താങ്ങി നിർത്തുന്നവൻ. നമുക്ക് പുതുവർഷത്തിൽ ഈ വചനം കൂടി ചേർത്ത് വെക്കാം. 3 വചനങ്ങളിൽ 1-ാമത്തെ വചനം, കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ജോബ് 23:14, എനിക്ക് നിശ്ചയിച്ചിട്ടുള്ളവർ നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. മറ്റൊരു വചനം ഇപ്രകാരം പറയുകയാണ്, സങ്കീർത്തന പുസ്തകത്തിൽ 54-ാം അധ്യായം 4-ാം വചനം, ദൈവമാണ് എന്റെ സഹായകൻ, അവിടുന്നാണ് എന്റെ ജീവൻ താങ്ങി നിർത്തുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നാളത്തെ ദിനം എന്തെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവം എന്റെ സഹായമാണ്, ഈ പ്രാണനെ താങ്ങി നിർത്താൻ അവൻ മതിയായവനാണ് എന്ന് ആവർത്തിച്ച് പറയുമ്പോ അവന്റെ സ്നേഹത്തിന്റെ കോട്ടയിൽ, സംരക്ഷണ വലയത്തിൽ ഞാനും നിങ്ങളും ചേർന്നിരിക്കും. അതാണ് യേശു ക്രിസ്തു എന്ന വലിയ സ്നേഹത്തിന്റെ ആ കവിഞ്ഞൊഴുകൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീയോട് ഞാൻ പറഞ്ഞു കൊടുത്തു, ഈ വചനം പറയണം, നിങ്ങൾ ഒരുമിച്ച് ജപമാല ചൊല്ലണം. അങ്ങനെ ഓപ്പറേഷന് വേണ്ടി ഇവർ ഒരുങ്ങി ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആകുമ്പോ ഡോക്ടർ പറഞ്ഞു, ഒരിക്കൽ കൂടി CT സ്കാൻ ചെയ്യണം, കോംപ്ലിക്കേറ്റഡ് ആണ് എന്നെല്ലാം പറഞ്ഞു. വേദനയെ ഭാരവുമായിരിക്കുമ്പോ 3 CT സ്കാനിലും മാലിഗ്നന്റ് ട്യൂമർ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 4-ാമത്തെ CT സ്കാൻ റിപ്പോർട്ട് വരുമ്പോൾ അത് ബെനിയൻ ട്യൂമറായി മാറിയിരിക്കുകയാണ്. അവിടെ ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള ഒന്നും കാണുന്നില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. ട്യൂമർ റിമൂവ് ചെയ്താൽ മാത്രം മതി എന്ന് ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. വീണ്ടും കർത്താവ് അവരുടെ ജീവിതത്തെ വലിയ അടയാളങ്ങൾ ചെയ്തതായി, അന്ന് പ്രോസസിംഗ് ഓപ്പറേഷൻ കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഈ വചനം കൊണ്ട് നേടിയെടുത്തതും, ഓക്സിജൻ കുറഞ്ഞു പോയപ്പോ വചനം ആവർത്തിച്ച് പറഞ്ഞ് നേടിയെടുത്തതുമായി വലിയൊരു സാക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോണിലേക്ക് എത്തിയത് എന്റെ ഓർമ്മയിലുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ദൈവം ശക്തനായവനാണ്, അവൻ ജീവൻ താങ്ങി നിർത്തുന്നവനാണ്.
അവൻ നമ്മുടെ വലതുഭാഗത്തുണ്ട്. ഈ പുതുവർഷത്തിൽ ഈ ഒരു വലിയ പ്രതീക്ഷ നമ്മളെ നയിക്കണം. ഈ ഒരു വലിയ ചിന്ത സങ്കീർത്തനം 54:4 കർത്താവ് ജീവൻ താങ്ങി നിർത്തും. അതറിയാം. അവ ദാവീദിന് നന്നായി അറിയാം. എല്ലാ കെണികളിൽ നിന്നും അവന്റെ ജീവനെ ഇങ്ങനെ താങ്ങി നിർത്ത് പ്രൊട്ടക്ട് ചെയ്ത ഒരു ദൈവമുണ്ട്. സമൃദ്ധി കൊടുത്തൊരു ദൈവം. ആ ദൈവത്തെ കുറിച്ച് ദാവീദ് പറഞ്ഞു വെക്കുമ്പോ ഇന്ന് ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തെ കർത്താവിന് കൊടുക്കാം. കർത്താവ് പുതുവർഷത്തിൽ നിന്റെ വലിയ കൃപ, നിന്റെ വലിയ ചൈതന്യം എനിക്ക് വേണം. നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാനാവില്ല. എനിക്ക് വീട് പോകുന്ന അവസ്ഥയുണ്ടപ്പാ. ശക്തി പകരണമേ, ബലം പകരണമേ, പ്രതീക്ഷ പകരണമേ എന്ന് പ്രാർത്ഥിച്ചു സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തനായവൻ ദൈവം. ഓ പശ്ചിമലാത്ത കർത്താവെ സ്തുതിക്കുന്ന കർത്താവെ ഞങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നപ്പ, പുതുവർഷത്തെ ഏൽപ്പിക്കുന്നപ്പ, പുതുനാളുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതുവർഷത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഏതാനും നിമിഷങ്ങൾ ചിന്തിക്കുക. സങ്കീർത്തന പുസ്തകം 4-ാം അധ്യായമാണ്. ഒരു ചെറിയ സങ്കീർത്തനമാണ്. എന്നെ ഈ നാളുകളിൽ നമ്മള് വചനം സമയം കിട്ടുന്നത് പോലെയൊക്കെ വായിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളിൽ 4-ാമത്തെ സങ്കീർത്തനം എന്നെ ഒരുപാട് സ്വാധീനിച്ചു. ഏകദേശം 8 വചനങ്ങൾ മാത്രം അടങ്ങിയിരിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ എന്റെ ഹെഡിങ് ഇപ്രകാരമാണ്: ദൈവത്തിൽ ആനന്ദവും സുരക്ഷിതത്വവും. പ്രിയപ്പെട്ടവരെ, പുതുവർഷത്തിൽ എന്റെ വ്യക്തി ജീവിതത്തിൽ അവരിൽ ഒരു ആനന്ദം കണ്ടെത്താൻ, ഒരു സുരക്ഷിതത്വം കണ്ടെത്താൻ സാധിച്ചാൽ ജീവിതം മാറി എന്നുള്ളത് ഉറപ്പാണ്. കൺമുമ്പിൽ നിൽക്കുകയാണവൻ, അവനിൽ ആനന്ദിക്കണം. വലതുഭാഗത്ത് അവനുണ്ട്, സുരക്ഷിതത്വം നിശ്ചയമാണ്. അതാണ് കർത്താവിന്റെ വചനത്തെ കുറിച്ച് സങ്കീർത്തകൻ പറഞ്ഞു വെക്കുക. ഇവിടെ നമ്മൾ കാണുക 1 തൊട്ട് ഉള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ 1-ാമത്തെ വചനത്തിൽ പ്രകാരം പറയുകയാണ്: എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി കാരുണ്യപൂർവ്വം എന്റെ പ്രാർത്ഥന കേൾക്കണമേ. വചനം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി കാരുണ്യപൂർവം എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണിത്. ഇവിടെ 1-ാമത്തെ വചനത്തിൽ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു സങ്കീർത്തകനെ നമ്മൾ കാണും. 2-3 വചനങ്ങളിൽ മനുഷ്യനോട് സംസാരിക്കുന്ന സങ്കീർത്തകനെ നമ്മൾ കാണും. എന്നാൽ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ തന്നോട് തന്നെ സംസാരിക്കുന്ന സങ്കീർത്തകനെയും 7 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന സങ്കീർത്തകനെ നമ്മൾ കാണും. ഞാൻ ഒരിക്കൽ കൂടി പറയാം. 1-ാമത്തെ വചനത്തിൽ ദൈവത്തോട് സംസാരിക്കുന്ന സങ്കീർത്തകൻ, 2 തൊട്ട് 3 വരെയുള്ള വചനങ്ങളിൽ മനുഷ്യരോട് സംസാരിക്കുന്ന സങ്കീർത്തകൻ, 4 തൊട്ട് 6 വരെയുള്ള വചനങ്ങളിൽ തന്നോട് തന്നെ സംസാരിക്കുന്ന സങ്കീർത്തകൻ, 7 തൊട്ട് 8 വരെയുള്ള വചനങ്ങളിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന സങ്കീർത്തകൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഈ 3 കാര്യങ്ങളും ചെയ്തിരിക്കണം. അതെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് അവന്റെ ജീവിതം സമഗ്രമായി കൊണ്ടുപോകണമെങ്കിൽ അവൻ ഈ 3 കാര്യങ്ങളും ചെയ്താൽ ജീവിതം ദൈവകൃപയുള്ളതായി, ദൈവത്തിൽ ആനന്ദമുള്ളതായി, ദൈവത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നതായി മാറി എന്ന് ചോദിച്ചാൽ, അതായത് ഞാൻ ദൈവത്തോട് സംസാരിക്കണം. ദൈവത്തോട് മനുഷ്യൻ സംസാരിക്കുന്നതാണ് അവന്റെ പ്രാർത്ഥന. അതിൽ യാചനയുണ്ട്, ആരാധനയുണ്ട്, സ്തുതിയുണ്ട്, കൃതജ്ഞതയുണ്ട്, സമർപ്പണമുണ്ട്. ഈ 5 കാര്യങ്ങൾ ദൈവത്തോട് നീ സംസാരിക്കുമ്പോൾ എത്തിയിരിക്കണം, ചേർത്ത് വെക്കണം മക്കളെ. അത് ഒരു
നിർബന്ധമായ കാര്യം തന്നെയാണ്. എന്നാൽ 2 തൊട്ട് 3 വരെയുള്ള വചനങ്ങളിൽ മനുഷ്യനോട് ഒരുവൻ പറയുകയാണ്. അതായത് ദൈവത്തോട് സംസാരിച്ച മനുഷ്യനാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് എങ്കിൽ ദൈവത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തോട് സംസാരിച്ച മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അവന് ദൈവത്തെ കുറിച്ച് പറയാൻ പറ്റും, ദൈവത്തിന്റെ വാക്കുകൾ പറയാൻ പറ്റും, ദൈവം എന്താഗ്രഹിക്കുന്നുവെന്ന് പറയാൻ പറ്റും. അതാണ് മറ്റൊരവസ്ഥ. ഇനി അത് കഴിയുന്നവൻ അവന്റെ ജീവിതത്തിൽ നടക്കുന്ന മറ്റൊരു കാര്യം, ദൈവത്തോട് സംസാരിച്ചവൻ മനുഷ്യനോട് സംസാരിച്ചവൻ അതേ സമയം തന്നോട് സംസാരിക്കണം, തന്റെ ജീവിതത്തോട് സംസാരിക്കണം. തനിക്കുള്ള അവസ്ഥകളും കുറവുകളും പോരായ്മകളും ഒക്കെ ചേർത്ത് വെച്ച് അവൻ സംസാരിക്കണം. ഈ 3 തലങ്ങളിലൂടെ ഒരു മനുഷ്യ വ്യക്തി അനുദിനം കടന്നു പോകുമ്പോൾ അവന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് കണക്കൂട്ടലുകൾക്കപ്പുറത്തേക്ക് പരിധികളില്ലാതെ കവിഞ്ഞൊഴുകുമെന്ന് സ്വർഗത്തിന്റെ കൃപ നമ്മോട് പറയുകയാണ് ഈ സങ്കീർത്തനത്തിലൂടെ. അപ്പോൾ 1-ാമത്തെ സങ്കീർത്തനം ഇതാണ്: എനിക്ക് നീതി നടത്തി തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരം വരുന്നു. ഒരു കരച്ചിലാണ്, ഒരു സങ്കടം പറച്ചിലാണ്. എന്നിട്ടോ, ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി കാരുണ്യപൂർവ്വം എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഇപ്പൊ ഒരു നീടുണ്ട്. ദാവീദ് ഒരു സങ്കടത്തിലാണ്, അവനൊരു ആവശ്യമുണ്ട്. അവൻ പറയുകയാണ്, ഇപ്പൊ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷെ ആ ശക്തി അങ്ങ് വെളിപ്പെടാത്തത് പോലെ നമുക്ക് തോന്നും. അപ്പൊ പ്രാർത്ഥനയുടെ ശക്തി കിട്ടുന്നത്. എന്നാൽ ഇവിടെ സങ്കീർത്തനം പറയാണ്, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോ എനിക്ക് നീതി വേണം, എനിക്ക് താമസം പാടില്ല, നീതി നടത്തി തരണം കർത്താവേ, എനിക്ക് അങ്ങ് അഭയമരുളി കാരുണ്യപൂർവ്വം എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറഞ്ഞാൽ എന്താണ്? അവനറിയാം പ്രാർത്ഥിക്കുന്ന നിനക്ക് അവിടുന്ന് നിശ്ചയമായും അഭയമരുളുമെന്ന് ബോധ്യമുണ്ട്. പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അവന്റെ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചെടുത്തിട്ട് അവൻ പറയുകയാണ്, എന്റെ കർത്താവ് എനിക്ക് അഭയമരുളി എന്നെ അനുഗ്രഹിക്കും, എന്റെ കർത്താവ് എന്നെ സഹായിക്കും. നമ്മൾ എന്തിനാണ് പ്രാർത്ഥന ചോദിക്കുക? നമ്മളിപ്പോ ഒരാളോട് പ്രാർത്ഥിക്കാൻ സഹായം ചോദിച്ചു പ്രാർത്ഥിക്കുമോ? അപ്പൊ അവര് പ്രാർത്ഥിച്ചപ്പോ പിറ്റേന്ന് തന്നെ അടയാളങ്ങൾ സംഭവിക്കണം. എന്നൊരു വ്യക്തി സംസാരിക്കുകയാണ്, സിസ്റ്ററെ അത് ആരും പ്രാർത്ഥിച്ചാൽ ഒരു വലിയ ഒരു പ്രാർത്ഥനയുടെ അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോ നന്നായി പ്രാർത്ഥിക്കുന്ന, വചനത്തിലേറെ സമൃദ്ധി നിൽക്കുന്ന ഒരു വൈദികൻ അദ്ദേഹത്തിന് അടുത്ത് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഒത്തിരി വിശുദ്ധിയുള്ള ഒരു വൈദികൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോനെ, നിന്റെ ഓഫീസിൽ വലിയൊരു പ്രശ്നം നടക്കാൻ പോവുകയാണ്, 2 ദിവസത്തിനുള്ളിൽ സംഭവിക്കും, പക്ഷെ നീ ഭയപ്പെടണ്ട, നന്നായി പ്രാർത്ഥിച്ചു കൊള്ളുക, കർത്താവ് ഏറ്റെടുത്തോളൂ. സ്വപ്നമാണ്, ഒന്നും നടക്കാൻ, ഓഫീസ് ഒരു കുഴപ്പമില്ല എന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. പക്ഷേ പിറ്റേ ദിവസം ആ വലിയ കെണി വന്ന് ഭവിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കൂടുതലായി പ്രാർത്ഥിച്ചു. 2 ദിവസമുള്ള പ്രശ്നം അവസാനിച്ചതായി അദ്ദേഹം പങ്കുവെച്ചു. അപ്പോ നമുക്കറിയാം, പ്രാർത്ഥിക്കണം എന്ന് ഒരാൾ നമ്മൾ പറയുമ്പോ ആ ആൾ പ്രാർത്ഥിച്ചൊരു അടയാളം കിട്ടിയാൽ നമ്മൾ വീണ്ടും ചോദിക്കും. അപ്പോ കർത്താവിനോട് നമ്മൾ പറയുന്നത് എന്താണ്? ഈശോയെ, നീ അതെനിക്ക് തന്നല്ലോ, നീ എനിക്ക് തന്നു, അതുകൊണ്ട് ഞാനിതാ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴും ഈ ഒരവസ്ഥയിലും അഭയമരുളി എന്നെ കാക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ സഹായിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, അത് വലിയൊരു കൃപയാണ്. ഇതാണ് ദൈവത്തോട് സംസാരിക്കുന്ന സങ്കീർത്തനം. ഇനി 2-ാമത്തെ വചനത്തിലേക്ക്, 2-3 വചനത്തിൽ പറയുകയാണ്, മാനവരെ, എത്ര നാൾ നിങ്ങൾ എന്നെ എന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും? എത്ര നാൾ നിങ്ങൾ പൊള്ള വാക്കുകളിൽ രസിച്ച് വ്യാജം അന്വേഷിക്കും? കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇത് വലിയൊരു മനുഷ്യരോട് പറയുകയാണ്. എന്താണ്? ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന്. ദൈവത്തിന്റെ വാക്കുകൾ, അതായത് ഫിലിപ്പിയർ 4:13 പറയും, ശക്തൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധമാണ്. ഫിലിപ്പിയരല്ല, പരിശുദ്ധ അമ്മ ഏറ്റു പറയുന്നു മാഗ്നിഫിക്കാത്തിൽ. ഒപ്പം ഫിലിപ്പിയർ 4:19 പറയും, എന്നെ ശക്തനാക്കുന്നവരോട് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അപ്പോൾ കർത്താവിന്റെ ശക്തി അറിഞ്ഞത് അവൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. പൗലോസ്ലീഹ പറയുന്നു, പരിശുദ്ധ അമ്മ വിളിച്ചു പറയുന്നു. അതെ, ഇപ്പോൾ പറയാണ്, മാനവരെ, നിങ്ങൾ എത്ര നാൾ എന്റെ അഭിമാന ക്ഷതമേൽപ്പിക്കും? എത്ര നാൾ നിങ്ങൾ വ്യാജ വാക്കുകൾ പറഞ്ഞ് രസിക്കും? പൊള്ള വാക്കുകൾ കൊണ്ട് നമ്മളെ ഞെരുക്കുമ്പോ, കെണിവെക്കുമ്പോ, തകർക്കാൻ ശ്രമിക്കുമ്പോ, ഇവിടെ സങ്കീർത്തകൻ പറയുകയാണ്, അടുത്ത വചനമാണ്, കർത്താവ് നീതിമാന്മാരെ തനിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന അറിഞ്ഞുകൊള്ളുവിൻ.
ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോ അവിടുന്ന് കേൾക്കുന്നു. പ്രഘോഷണമാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവത്തോട് സംസാരിക്കുന്നവൻ, ദൈവത്തോട് കേൾക്കുന്നവൻ ദൈവത്തിന്റെ വാക്ക് പറയും. ദൈവം ആരാണെന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് പറഞ്ഞത്, ദൈവം എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന് ലോകത്തോട് പറയുകയാണ് നമ്മൾ. ഇവിടെ സങ്കീർത്തകൻ അതാണ് പറയുന്നത്. എന്നാ തകർച്ച വന്നാലും ദൈവം നീതിമാന്മാരെ തനിക്കാ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. പ്രിയപ്പെട്ട മക്കളെ, വരും നാളുകളിൽ നമുക്കറിയില്ല എന്താണ് നമ്മെ പ്രതീക്ഷിച്ചിരിക്കുക എന്ന്. എന്നാൽ എന്റെ ദൈവം, ഞാൻ ദൈവത്തോട് സംസാരിക്കും തോറും എനിക്ക് ആ ബോധ്യം കിട്ടാൻ തുടങ്ങും. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും തോറും ആ ബോധ്യങ്ങൾ അനുഭവങ്ങളായി മാറുകയാണ്. ഇന്ന് പൊള്ള വാക്കുകൾ കൊണ്ട് രസിക്കുന്ന ഒരു ലോകമുണ്ട്. വ്യാജം പറയുന്ന ഒരു അവസ്ഥയാണ് ചുറ്റോട് ചുറ്റും. നമുക്കത് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നോട് പങ്കുവെക്കുകയാണ്. സിസ്റ്റർ ട്രെയിനിൽ മെട്രോയിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോ മുമ്പിൽ 2 ബോയ്സ് നിൽപ്പുണ്ട്, ചെറുപ്പക്കാർ, 21-22 വയസ്സേ ഉള്ളൂ. പുറകിലും 2 പേരുണ്ട്. നമ്മൾ പക്ഷെ പുറകിൽ നമ്മൾ കാണുന്നില്ല, മുമ്പ് നിൽക്കുകയാണ്. ഇവരെ സിസ്റ്ററിനെ നോക്കിയിട്ട് ചുമ്മാ ചിരിക്കുകയാണ്. അപ്പൊ ഒരു വോക്ക് വിടും സിസ്റ്റർ. ഇപ്പൊ നമ്മൾ നോക്കിയിട്ടാണ് സിസ്റ്റർ ചെരിഞ്ഞ സൈഡിലേക്ക് നോക്കുകയാണ്. പിന്നെ ചിരിക്കുന്നു, എന്തൊക്കെയോ കാണിക്കുകയാണ്. അപ്പൊ തൊട്ട് പുറകിലായി സിസ്റ്ററിന്റെ കൂട്ടുകാരി ഇരിപ്പുണ്ട്. അപ്പോ പെട്ടെന്ന് അതിന് തൊട്ട് പുറകെ വേറെ അപ്പാപ്പൻ ഇരിപ്പുണ്ട്. അപ്പം പറയാണ് കെയർഫുൾ കെയർഫുൾ ലിസൺ ലിസൺ എന്ന് പറയുകയാണ്. എന്താണെന്നറിയില്ല. അപ്പൊ പെട്ടെന്ന് സിസ്റ്റർ തിരിഞ്ഞു നോക്കുമ്പോ കൂടെയുള്ള സിസ്റ്റർ കാണുകയാണ് സിസ്റ്ററിന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈല് വലിച്ച് എടുക്കുകയാണ് കൂടെയുള്ളവര്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയിരിക്കുമ്പോ ശ്രദ്ധ മാറിയില്ലല്ലോ. ഇവര് മുമ്പിൽ നിന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. സിസ്റ്റർ മൈൻഡ് ചെയ്യുന്നില്ല, പോക്കറ്റിൽ നിന്ന് ഇത് എടുക്കുകയാണ്. അപ്പൊ നമുക്കറിയാം ലോകം ഇതാണ്, ഇതാണ് അവസ്ഥ. എന്നാൽ ഈ പൊള്ള വാക്കുകളിലും സിസ്റ്റർ പങ്കുവച്ചാണ്, സിസ്റ്ററെ എന്നെ കർത്താവിന്റെ മാലാഖമാർ പ്രൊട്ടക്ട് ചെയ്തു, അവരെന്നെ സഹായിച്ചു എന്നൊക്കെ പറയുകയാണ്. അപ്പം ഞാൻ പറയുന്നത് ചോദിച്ചാൽ ലോകത്തിന്റെ സാഹചര്യങ്ങൾ ഇതാണ്. എന്നാൽ ദൈവത്തോട് സംസാരിക്കുന്ന നമ്മെ കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ അപ്പൻ കൂടെയുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് കർത്താവിന്റെ വചനം പറയുന്നത്. അത് എനിക്ക് അനുഭവങ്ങൾ ഏറെയാണ്. ഓരോ ജീവിതങ്ങളിലും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇനി സങ്കീർത്തകൻ 4 മുതലുള്ള വചനങ്ങളിൽ 6 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും. സ്വയം പറയണം, നമ്മോട് നമ്മൾ സംസാരിക്കണം. കാരണം നമ്മുടെ ജീവിതത്തില് നമുക്ക് കർത്താവിന്റെ കൃപ വേണം. ഈ ലോകത്തില് ഒത്തിരി നമുക്കറിയാലോ, വിവാഹ ബന്ധത്തിന്റെ തകർച്ചകള്, ഒപ്പം പണത്തിന്റെ കുറവുകള്, ഒത്തിരി ഭാരങ്ങളാണ്. എന്നാലും കർത്താവ് ഒരു വചനം പറയുന്നുണ്ട്. യോഹന്നാൻ 15:7 ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ള ഒരു വചനമാണ്. എന്നെ സ്നേഹിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അത് ഈശോയുടെ വചനമാണ്. അപ്പോൾ കർത്താവിനോട് നമ്മൾ ഇഷ്ടമുള്ളത് ചോദിക്കാൻ പോവുകയാണ്. അത് ചോദിക്കേണ്ടത് എങ്ങനെയാ? അത് ആദ്യം അവനോടാണ് സംസാരിക്കേണ്ടത്. ദൈവത്തോട് സംസാരിക്കുന്നവന് മാനവനോട് സംസാരിക്കാൻ പറ്റും, ദൈവത്തിന്റെ വാക്ക് പറയാൻ പറ്റും. എന്നിട്ടോ അവൻ സ്വയം ഒരു ആത്മശോധന കൂടിയാണ്. അതവിടെ പറയുന്നത്, കോപിച്ചു കൊള്ളുക എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക. സ്വയം പറയുകയാണ്, കോപമുണ്ട് എനിക്ക്, സാഹചര്യങ്ങൾ എന്നെ കോപിഷ്ടനാക്കുന്നുണ്ട്, കോപശീലമുണ്ട് എനിക്ക്, എന്നാൽ പാപം ചെയ്യാൻ എന്റെ കോപം ഇടയാക്കരുത്. അപ്പോൾ എന്റെ ആത്മാവിനോട് ഞാൻ പറയണം. കാരണം പൊള്ള വാക്കുകൾ കൊണ്ട് ആളുകൾ എന്നെ വേദനിപ്പിക്കുന്നു, എന്നെ ഭാരപ്പെടുത്തുന്നു, എന്നെ ദുഷിക്കുന്നു, കുറ്റം പറയുന്നു. നിരന്തരം ഞാൻ വലിയ സഹനത്തോടെ കടക്കും, ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്നു. കാരണം മറ്റുള്ളവരായിരിക്കാം ചിലപ്പോൾ. അപ്പോഴും ഞാൻ കോപിക്കാം, പക്ഷേ പാപത്തിലേക്ക് പോകരുത്. എന്റെ ആത്മാവിനെ ഞാൻ കർത്താവിന്റെ മുമ്പിലിരിക്കുന്ന എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. കർത്താവിനോട് സംസാരിച്ച ഞാൻ, മാനവരോട് യേശു കൂടെ പ്രഘോഷിച്ച ഞാൻ എന്നെ ഒന്ന് ആത്മശോധന ചെയ്യണം. കോപം മൂലം ഞാൻ പാപത്തിലേക്ക് വീണുപോയോ? ഞാൻ പാപം ചെയ്യുന്നുണ്ടോ? എന്റെ കോപം, നിരന്തരമായ എന്റെ കോപം പാപം ചെയ്യാൻ ഇടയാക്കിയോ? സ്വയം ഒരു പരിശോധനയാണ്. എന്നിട്ട് പറയുകയാണ്, എന്റെ ബൈബിൾ റീഡിങ് വചനമാണ് പറയുന്നത്, നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക. കോപശീലമുള്ള ഞാൻ വചനം വായിക്കുന്നത് കുറവ് വന്നെങ്കിൽ നിരന്തരം വചനം വായിക്കണം. എന്റെ ബുദ്ധിയില്, എന്റെ ഹൃദയത്തില്, എന്റെ മനസ്സില് വചനം വായിക്കുന്നതിൽ ഞാൻ മുന്നിട്ട് നിൽക്കണമെന്ന് വചനം പറഞ്ഞു വെക്കുകയാണ്. ഇപ്പോൾ അടുത്ത വചനമാണ്, ആർക്ക് നമുക്ക് നന്മ ചെയ്യും. എന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ കുറവുണ്ടപ്പ, പല മേഖലകളിൽ കുറവാണ് എനിക്ക് കോപിക്കുന്ന അവസ്ഥയാണ് എനിക്ക്, എന്റെ ജീവിതത്തിലെ പ്രാർത്ഥന കുറഞ്ഞു പോകുന്നു. ഇതെല്ലാം നമ്മൾ കർത്താവിനോട് പറയുകയാണ്. എന്നിട്ട് അവിടുത്തോട് പറയണം, അങ്ങയുടെ മുഖകാന്തി എന്നിൽ പ്രകാശിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ,
ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനെന്ന വ്യക്തി പുതുവർഷത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നത്. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, കുറവുകളുണ്ട്. അനുദിനമുള്ള ആത്മശോധന, അനുദിനമുള്ള കർത്താവിന്റെ വചനത്തോടുള്ള സമീപനങ്ങള്, വ്യക്തി ജീവിതത്തിന്റെ ഭാഗത്തെ ആത്മശോധന ചെയ്യാതിരിക്കരുത്. ഒരിക്കലും ഒരു വ്യക്തി ഞാൻ ഫോൺ വിളിച്ചപ്പോ ഏകദേശം ഒരു 11 മണിയാകാറായി, 10:45 എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും സമയമായില്ലേ, മടുത്തില്ല, ഇനി എന്താ പ്രാർത്ഥിക്കുക? അത് ഞാൻ എന്നും ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ ചാപ്പലിൽ പോയി ഞാൻ മുട്ടുകുത്തി ഞാൻ ആത്മശോധന ചെയ്യുകയാണ്. ഈ ദിവസത്തെ ഞാൻ വിലയിരുത്തുകയാണ്. എന്താണ് എനിക്ക് വന്ന കുറവുകൾ, എനിക്ക് വന്ന വീഴ്ചകൾ, എന്റെ കർത്താവിന്റെ പ്രീതിയിൽ നിന്ന് എന്നെ അകറ്റിയത് എന്താണ്? എപ്പോഴാണ്? രാത്രി 11 മണിക്ക്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറണം അനുദിനമുള്ള ആത്മശോധന. ഈ പുതുവർഷത്തില് കർത്താവിന്റെ ബ്ലെസ്സിങ്സ് സ്വീകരിക്കാൻ ഞാൻ നിങ്ങൾ ഒരുങ്ങുകയാണ്. അപ്പോ ഈ 3 കാര്യങ്ങൾ വേണം. ദൈവത്തോട് സംസാരിക്കണം, മാനവരോട് സംസാരിക്കണം, സ്വയം സംസാരിക്കണം. ഈ 3 കാര്യങ്ങൾ നടക്കുമ്പോൾ, ഈ ആത്മശോധനയിലൂടെ ഞാൻ കടന്നു പോകുമ്പോ പിറ്റേന്ന് വരാൻ പോകുന്നത് ബ്ലെസ്സിങ്സ് ആണ്. അതാണ് വചനം പറഞ്ഞു വെക്കുക. 7-ാമത്തെ വചനം, ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. നോക്ക്, ഞാൻ മാനവരോട് പറഞ്ഞു, നിങ്ങൾ പൊള്ള വാക്കുകൾ കൊണ്ട് എന്നെ വേദനിപ്പിച്ചാലും നിങ്ങൾക്കുള്ളതിലേറെ ആനന്ദം എന്റെ കർത്താവ് എന്റെ ഹൃദയത്തിൽ തന്നിരിക്കുക. ഞാൻ താഴോട്ടല്ല, ഞാൻ മുകളിലേക്ക്. വലിയ സമ്പത്തും സ്ഥാനമാനവും കിട്ടുന്നതിനേക്കാൾ അപ്പുറത്തൊരു ആനന്ദം കർത്താവിന്റെ ഹൃദയം നിക്ഷേപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി എന്റെ ജീവിതത്തിന്റെ ഓരോ വഴികളും എങ്ങനെയാണെന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങുന്നു, എന്തെന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. പ്രിയപ്പെട്ട മക്കളെ, വരും നാളുകളിൽ കർത്താവിന്റെ സുരക്ഷിതത്വമില്ലാതെ ഒരടി വെക്കാൻ പറ്റില്ല. നമ്മൾ പ്രാർത്ഥിക്കുവാണ് അനുദിനം, അപ്പ കൈവിടരുതേ, ചേർത്ത് പിടിച്ചോടെ അപ്പ. രാവിലെ പോകുന്നവർ വൈകുന്നേരം തിരിച്ചു വരാത്തൊരവസ്ഥയുണ്ട്. നമ്മുടെ ജീവിതത്തെ അനുദിന ആത്മശോധന ചെയ്ത് അവനോട് സംസാരിച്ച് നാം യാത്ര ചെയ്യുമ്പോൾ പ്രശാന്തമായി നാം കിടന്നുറങ്ങുന്നു. സുരക്ഷിതത്വം അവന്റെ കൈകളിലാണ്. എന്ത് സംഭവിച്ചാലും അവൻ നോക്കിക്കൊള്ളു. എന്റെ ജീവിതം അവന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു തലത്തിലേക്ക് പുതുവർഷത്തിൽ ഉത്കണ്ഠകളില്ലാതെ പ്രശാന്തമായി കിടന്നുറങ്ങുന്ന ഒരവസ്ഥ, അവന്റെ കൈകളിലെ സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരവസ്ഥ, ഹൃദയത്തിൽ ആനന്ദം നിറയുന്ന അവസ്ഥ. 3 കാര്യങ്ങൾ പുതുവർഷത്തിന് സമ്മാനമായി വചനം പറയുകയാണ്. ഹൃദയത്തിൽ സന്തോഷം, മറ്റെല്ലാറ്റിനേക്കാളധികം. പിന്നെ എന്താണ്? ഒപ്പം പ്രശാന്തമായ ഓരോ രാത്രികളുടെയും ഉറക്കം. പിന്നെ എന്താണ്? വലിയ സുരക്ഷിതത്വം. കർത്താവിന് ഇതിൽ കൂടുതൽ നമുക്ക് തരാൻ എന്തുണ്ട്? ഞാനും നിങ്ങളും ഈശോയിൽ ആശ്രയിക്കാൻ ഈ പുതുവർഷത്തിൽ കർത്താവിന്റെ വലിയ കൃപയിൽ നിറയപ്പെടുവാൻ ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇന്ന് കണ്ണുകൾ അടച്ച്, കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്നോട് സംസാരിക്കാൻ തക്ക വിധത്തിൽ കൃപ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, നന്ദി പറയുന്നപ്പ, ആരാധിക്കുന്നു. എല്ലാ തലങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ കാരുണ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയങ്ങളുടെ കുറവുകൾ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളെ പൂർണ്ണമായി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം ഏറ്റെടുക്കണമേ. ഈ പുതുവർഷത്തിന്റെ കൃപ ഓരോരുത്തരും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഈശോയെ നന്ദി.